നോക്കാം. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് ജി സുധാകരൻ. ഒരു പാർട്ടിയുമായും മുന്നണിയുമായും ധാരണ ഉണ്ടാക്കിയിട്ടില്ല. പിന്തുണ പ്രഖ്യാപിച്ചാൽ അപ്പോൾ പരിശോധിച്ച് തീരുമാനിക്കും. കോൺഗ്രസ് പിന്തുണയിലാണ് മത്സരമെന്ന വാർത്ത നിഷേധിച്ചെങ്കിലും ബംഗാളിലും തമിഴ്നാട്ടിലും അടക്കം കോൺഗ്രസുമായി ചേർന്നതല്ലേ CPM മത്സരിക്കുന്നതെന്നും ചോദിച്ചു. പാർട്ടിക്കെതിരല്ല തന്റെ മത്സരമെന്ന് അവകാശപ്പെട്ട സുധാകരൻ ഇതുവരെ മത്സരിച്ച ആശയം ഉയർത്തിയുമായും മത്സരമെന്നും വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു. വർഗീയതയുമായി വിട്ടുവീഴ്ചയില്ല. എല്ലാത്തരം അഴിമതിക്ക് എതിരെയും എല്ലാ പാർട്ടിയിലെയും പൊളിറ്റിക്കൽ ക്രിമിനലുകൾക്കും എതിരെയാണ് പോരാട്ടമെന്നും പ്രഖ്യാപിച്ചു. ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെ പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത്, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി. ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ ഒഴിവാക്കി. 2-3 ആഴ്ച പുതുക്കി പാർട്ടി മെമ്പറല്ല. അത്ര ഞാൻ സ്വതന്ത്രമായി ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ വിശേഷിക്കും. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് തന്നെ വിളിക്കാം. ജി സുധാകരൻ 60 വർഷത്തെ നീണ്ട CPM ടെന്യൂർ അവസാനിപ്പിക്കുകയാണ്. കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ ബാബു, പ്രത്യേകിച്ച് CPM-ന് ഇതൊരു വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മുതിർന്ന നേതാവ് സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ വിമർശിച്ച് തന്നെയാണ് നേതാക്കളും രംഗത്തെത്തുന്നത്. കൂടുതൽ പോരാട്ടത്തിലേക്കും വീറും വാശിയോടുകൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനാണ് സുധാകരന്റെ ശ്രമമെന്ന് ഉറപ്പിക്കാം, അല്ലേ? അത്യസാധാരണമായ ഒരു നീക്കമാണ് ഇപ്പോൾ ജി സുധാകരനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ വാർത്ത, സുധാകരൻ മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്ന വാർത്ത നമ്മൾ ആദ്യം പുറത്തുവിടുമ്പോൾ ആദ്യം അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഏതെങ്കിലും പ്രതികരണം ഉണ്ടായിരുന്നില്ല. പിന്നീട് ജി സുധാകരൻ തന്നെയാണ് ആ വാർത്തയോട് ആദ്യം പ്രതികരിച്ചത്, താൻ അംഗത്വം പുതുക്കിയിട്ടില്ല എന്ന്. അപ്പോഴും കരുതുന്നത് ഈ സുധാകരൻ പാർട്ടിയുമായി ചില തർക്കങ്ങളുണ്ട്, അതിനപ്പുറത്തേക്ക് നീങ്ങും എന്ന് കരുതിയിരുന്നില്ല. പിന്നീട് നമ്മൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാനടക്കം നീങ്ങുന്നു എന്നുള്ളതും. അതിപ്പോൾ സുധാകരൻ യാഥാർത്ഥ്യമായിരിക്കും. ഇതിനിടയിൽ ചില ദൗത്യങ്ങളൊക്കെ പാർട്ടി പലരെയും ഏൽപ്പിച്ചിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കളാരും അത്തരമൊരു ചർച്ചയിലൊന്നും പങ്കെടുത്തില്ല. അത്തരമൊരു നീക്കം ഉണ്ടായില്ല. സംസ്ഥാന സെക്രട്ടറി മാത്രം വിളിച്ച് സുധാകരൻ അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിഷമം അദ്ദേഹത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ പുച്ഛിച്ചുകൊണ്ട് ചിരിച്ചു എന്നുള്ളതായിരുന്നു. അത് അങ്ങനെയല്ല എന്ന് വിളിച്ച് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, അംഗത്വം പുതുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴും എന്താണ് സുധാകരൻ്റെ പ്രശ്നമെന്നും അത് പരിഹരിക്കാനുള്ള നീക്കം ഉണ്ടായില്ല എന്നാണ് സുധാകരൻ കണക്കാക്കുന്നത്. എന്തായാലും ഒടുവിൽ ഇന്നിപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇന്നലെ MA ബേബി വിളിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിൻ്റെ തുടർ നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ എന്നത് പറഞ്ഞില്ല. പാർട്ടിക്കെതിരെയല്ല, പാർട്ടിയെ താൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു, പാർട്ടി ആശയങ്ങളോട് താൻ യോജിക്കുന്നു, താൻ ഇത്രനാളും ജീവിച്ചത് ആ പാർട്ടി ആശയങ്ങളിലാണ്. പക്ഷേ ആലപ്പുഴയിലെ പാർട്ടി നേതാക്കൾ തന്നെ അവഗണിക്കുകയാണ്, തന്നെ അപമാനിക്കുകയാണ്. പാർട്ടിയിൽ തുടർന്നു പോലും പോകാൻ കഴിയാത്ത രീതിയിലേക്ക് തന്നെ സാധാരണ കേഡർമാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ അച്ഛനെ അടക്കം വിളിക്കുന്നു. തൻ്റെ പേര് മാറ്റി സുധാകരൻ എന്നുള്ള സുധാകുരൻ എന്നുള്ള രീതിയിൽ ആക്ഷേപിക്കുന്നു. പരിപാടികളിലടക്കം പങ്കെടുപ്പിക്കുന്നില്ല. അങ്ങനെ ആക്ഷേപം സഹിച്ചു നിൽക്കാൻ വയ്യ എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം പറയുന്നത്. അതോടൊപ്പം തന്നെ താനിപ്പോൾ പാർട്ടിയിൽ ആരുമല്ല എന്ന് പറയുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇത് പ്രഖ്യാപിക്കുന്നത്. അമ്പലപ്പുഴയിൽ താൻ വീണ്ടും മത്സരിക്കുമെന്ന്. അത് ആരെങ്കിലും പിന്തുണയ്ക്കുമോ എന്നുള്ള ചോദ്യത്തിന്, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ BJP-യുടെ ഭാഗത്തു നിന്നോ പിന്തുണ ഉണ്ടാകുമെന്ന ചോദ്യത്തിന്, അത് ഭാവിയിൽ വരേണ്ട കാര്യമാണ്. അങ്ങനെ വരികയാണെങ്കിൽ അപ്പോൾ ആലോചിക്കാം. പക്ഷേ എല്ലാത്തരം അഴിമതിക്കെതിരെയാണ് തൻ്റെ പോരാട്ടം. എല്ലാ പാർട്ടികളിലുമുള്ള പൊളിറ്റിക്കൽ ക്രിമിനലുകൾക്കെതിരെയാണ് പോരാട്ടം. വർഗീയതയോട് തനിക്ക് സന്ധിയില്ല. ഇതാണ് തെരഞ്ഞെടുപ്പിനായി അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വിഷയം. എന്തായാലും അപ്പോഴും അദ്ദേഹം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയോ മുഖ്യമന്ത്രി പിണറായി വിജയനെയോ ഏതെങ്കിലും തരത്തിൽ തള്ളിപ്പറയുന്നൊരു നയം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പാർട്ടി നയങ്ങളെയോ പരിപാടികളെയോ തള്ളിപ്പറയുന്നൊരു രീതിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഒരു വാതിൽ ഇപ്പോഴും ജി സുധാകരൻ തുറന്നിട്ടുണ്ട്. പക്ഷേ ആ വാതിൽ ഒരു അവസരം എന്ന നിലയ്ക്ക് ജി സുധാകരൻ തുറന്നിടുകയാണ്. അത് വേണോ വേണ്ടയോ എന്നൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി നേതാക്കളിൽ നിന്ന് വന്ന പ്രതികരണമൊക്കെ ദൗർഭാഗ്യകരമെന്നാണ് MA ബേബി പ്രതികരിച്ചത്. അല്പം ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നതിനെ തന്നെ അല്പം രൂക്ഷമായി പ്രതികരിച്ചത് MM മണിയായിരുന്നു. MM മണി പറഞ്ഞത് പാർട്ടിയിൽ നിന്ന് പോയാൽ സുധാകരൻ ഷൂ ആണ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ മറുപടി രസകരമാണ്. സുധാകരൻ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ പറഞ്ഞത്, ആരാണ് പറഞ്ഞത്, മണി അല്ലേ, ഇടുക്കിയിൽ നിന്നുള്ള ഷൂ അല്ലേ എന്ന് ചോദിച്ചിട്ട് പിന്നീട് പക്ഷേ വീണ്ടും സോഫ്റ്റ് ആയിട്ടാണ് പറയുന്നത്, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരല്ലേ, മറ്റു ജില്ലയിൽ നടക്കുന്ന ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ എന്തിനാണ് അദ്ദേഹം അതിലൊക്കെ കയറി പിടിക്കുന്നത് എന്നുള്ള മട്ടിൽ വീണ്ടും അങ്ങനെ ഒരു വഴി എപ്പോഴും അദ്ദേഹം തുറന്നു ഇട്ടിരിക്കുകയാണ്. ഇനി തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയുടെ ഭാഗത്തു നിന്നാണ്. അത്തരമൊരു തീരുമാനം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. യെസ്, എന്തായാലും ആ പാർട്ടിക്കുള്ളിലെ അവഗണന അത് തന്നെയാണ് സുധാകരനെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ സജി ചെറിയാനെതിരെയും ഇളമരം കരീമിനെതിരെയും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.